ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ. പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിറ്റുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇൻ ദി പ്രസൻറ്റ് ടെൻസ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് നോക്കാം എവിടെയാണ് ഇതിൻ്റെ യൂസേജ്, എന്താണ് ഇതിൻ്റെ യൂസേജ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ. എന്താ ഹാബിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ്. അപ്പോൾ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി എല്ലാ ദിവസവും സ്മോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എടുക്കുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുപോലെ നമുക്കൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് യൂസേജ് ആണ്. ഒന്ന് ഹാബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ പറയും ഷീ സ്മോക്സ് ആൻഡ് ഡ്രിങ്ക്സ് എക്സസീവ്ലി എന്ന് പറയും. എന്നോട് ഷീ സ്മോക്സ് പറയാൻ കാരണം ഷീ സ്മോക്ക് എന്ന് പറഞ്ഞാൽ പറയും. എന്നുള്ള ഷീ സ്മോക്സ് പറയാൻ കാരണം ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. എങ്ങനെയാണ് വെർബിനെ സിംഗുലർ ആക്കുന്നത്? വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ എസ് ആഡ് ചെയ്യണം. ചില വെർബിൻ്റെ കൂടെ എസ് മതി, എന്നാൽ ചിലതിൻ്റെ കൂടെ ഇ എസ് വേണം, ചിലതിൻ്റെ കൂടെ ഐ എസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.